എനിക്കറിയത്തില്ല. അത് വെറുതെ നിങ്ങൾ കേട്ടോണ്ടിരിക്കും. നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ വെറുതെ അത് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു വേറൊരു ഇത് കോളേജ് ആരൊക്കെ കണ്ടിട്ടുണ്ട്? ആരെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്യോ? അപർണ റേസ് ആൻഡ്. ഓക്കെ, കോളേജൊക്കെ കണ്ടവരുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി മറ്റേ സൈഡ് ഞങ്ങളെ കോളേജിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കോളേജാണ്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാം എല്ലാവർക്കും. ഓക്കെ, കാണാം. നമുക്ക് കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ കൊറോണ ആയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ അതെ, ഒരു വണ്ടി പോകും, അകത്തോട്ട് കയറാം. ഇതാണ് കോളേജ്. അപ്പൊ നിങ്ങൾ മിക്കവാറും അഡ്മിഷനൊക്കെ എടുക്കാൻ വന്നപ്പം എല്ലാവരും കയറി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും കോളേജിന്റെ അകമൊക്കെ നമുക്ക് തൽക്കാലം ഇങ്ങനെ കയറി കാണാം. നമ്മുടെ കയറി വരുമ്പോൾ ഉള്ള എൻട്രൻസ് ആണ് ഇതൊക്കെ. അവിടെ ലൈബ്രറി ഉണ്ട്. പിന്നെ കാശൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് കാശ് എടുക്കാൻ പറ്റും കേട്ടോ. ലൈബ്രറി ഉണ്ട്. അങ്ങോട്ട് ഫോർത്ത് ഇയേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഉണ്ട്. ലിഫ്റ്റൊക്കെ ഉണ്ട്. അത് കണ്ടു കാണുമെന്ന് വിചാരിക്കും. കയറി വരുമ്പം എല്ലാവർക്കും മുഖം നോക്കി നല്ല ഭംഗിയായിട്ടൊക്കെ നോക്കി പോകാൻ പറ്റും. ഇനി ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. മുകളിലോട്ട് ക്ലാസ് കേട്ടോ. മുകളിലോട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിന്റെ ഒക്കെ ക്ലാസ്സസ് മുകളിലോട്ടുണ്ട്. ഒക്കെ ആദ്യം ഇത് കാണിക്കാടാ. ഇതാണ് കോളേജിൽ. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഈ കോളേജിൽ പല പല സ്പോട്ടുകൾക്കും പല പല പേരൊക്കെ ഉണ്ട്. പല പല നമുക്കിപ്പം ഒരുപാട് ഓർമ്മകളും ഒരുപാട് എന്താ പറയാ ഒരുപാട് നിമിഷങ്ങളും അതൊക്കെ ഈ ഒരു പല പല കോളേജിലെ സ്പെസിഫിക് സ്പോട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് ചെലവഴിക്കുന്നത്. അപ്പൊ ഇതാണ് പുളിമരം. ഇതൊരു പുളിയുടെ മരമാണ്. കാണാനല്ലേ എല്ലാവർക്കും? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇന്ററാക്റ്റീവ് ആക്കായിരുന്നു. എന്തെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഞങ്ങളിത് ഇവിടെ വൈകുന്നേരം പറഞ്ഞാൽ മതി. ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോവാം. ഓക്കെ, ഇതാണ് പുളിമരം. ആൻഡ് ആഡംസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓട്ടം. ഇതിന്റെ ഫുൾ ഫോം എനിക്ക് അറിയത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആഡം. ഇതാണ് ആഡംസിന്റെ സ്റ്റെപ്പ്. പിന്നെ ഈ നേരെ കിടക്കുന്ന സ്ഥലം നിങ്ങൾ പുല്ലും കാട് പിടിച്ച് കിടക്കുന്നുള്ള സ്ഥലമാണ്. പക്ഷെ ഇതിങ്ങനെ അല്ലായിരുന്നു. കൊറോണ കാരണം ഇവിടെ ഒരുപാട് ഡെസ്ക് അങ്ങനെ കുറെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനും നമുക്കൊരു പരിപാടിയാണ്. ഫുൾ വൃത്തിയാക്കി നല്ല ബാമ്പു മുളയൊക്കെ വെച്ചിട്ട് ബാമ്പു വെച്ചാണ് ഇവിടെ മൊത്തം ചെയ്തതാണ്. ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നോണ്ടാണ് ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി വെച്ച് സെറ്റാക്കി എടുക്കാം. പിന്നെ ഇത് ആഡംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ മെഴ്സിഡീസ് ബെൻസിന്റെ അവരുടെ തന്നെ കൊടുക്കുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഇവിടുന്ന് ഒരുപാട് പേര് മെഴ്സിഡീസ് ബെൻസ് കമ്പനിയിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പാണ്, ആഡം സ്റ്റെപ്പ്. ഇവിടെ ഒരു നമ്മൾ 4 കോളേജ് എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം ഇവിടെ ഇങ്ങനെ ഈ പടിയിൽ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഫുൾ സംസാരവും പരിപാടികളുമാണ്. പിന്നെ വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിലുണ്ടല്ലോ. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഏത് ക്ലാസ്സുകാർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല വിശാലമായിട്ട് നിന്ന് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇതാണ് ഇൻസ്റ്റയിൽ GCV നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന പല പല ഗ്രൂപ്പ് ഫോട്ടോ ഇൻസ്റ്റയിൽ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ആഡം സ്റ്റെപ്സ്. പിന്നെ ഇനിയിപ്പോ എന്താണ്, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് കോളേജിന്റെ. ഇത് വേറൊരു എൻട്രൻസ് ആണ്, ഗേറ്റ്. ഇതുവഴി കയറി വരാം. പിന്നെ ഇവിടെയാണ് IT ക്ലാസ്. ഇത് പാതാളം എന്ന് പറയും. ഇവിടെ 2 ക്ലാസ് ആണ് ഉള്ളത്. ഇതിനകത്ത് 2 ക്ലാസ് ഉണ്ട്. ഒരു തേർഡ് ഇയർ IT-യും സെക്കൻഡ് ഇയർ IT-യും. അപ്പം ഇത് താഴെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇതുവഴി നമുക്ക് ഇങ്ങനെ മുകളിൽ കോളേജിൽ പോവാം. പാതാളം അത് തന്നെ. അതാരുടെ പറഞ്ഞവർക്ക് എങ്ങനെ അറിയാം? പാതാളം അത് തന്നെ, പാതാളം.
ആ പേരിന് തന്നെ പേര് തന്നെ നമ്മുടെ ഇത് ആ സ്ഥലത്തിന്റെ പാതാളം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ. ഞങ്ങൾ ഈ പറയുന്ന പേരുകൾ ശരിക്കും ഞങ്ങൾ വെറുതെ വിളിക്കണമല്ല, ഇവിടെ ഉള്ളവർ വർഷങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പേരുകളാട്ടോ ഈ പറയുന്ന ആഡംസ്, പാതാളം, അങ്ങനെ ഓരോന്നും. നിങ്ങൾക്കിത് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞങ്ങൾക്കിത് വലിയ ബ്ലോഗർമാരൊന്നും അല്ല, നിങ്ങൾക്ക് വേണ്ടി ഈ കഷ്ടപ്പെട്ടു തന്നേ ഉള്ളൂ. അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ കോളേജില് എല്ലാരും വെറുക്കുന്ന ഒരു സാധനമുണ്ട്. വെറുക്കുന്ന മീൻസ് സ്നേഹത്തോടെ വെറുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല, പക്ഷെ അനുഭവിക്കുമ്പോ എന്തായാലും മനസ്സിലാവും. കാണുന്നൊരു പടികളുണ്ട്. ഇതുണ്ട്. ഇതിപ്പോ എന്നിട്ട് നമ്മള് ഈ ബ്ലോക്കിൽ നിന്ന് മുകളിലത്തെ ബ്ലോക്കിലോട്ട് പോകണമെങ്കിൽ ഒരു റൂട്ട് ഉണ്ട്. ഈ കാണുന്നത് പ്രത്യേകിച്ച് ഒരു റൂട്ടാണ്. ഈ കാണുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്റെ പൊന്നു മക്കളെ കേറി ഒരുപാട് വരും. ഇത് എത്ര വട്ടം ഒരു ദിവസം ഒരു മിനിമം ഒരു GCB ഒരു സ്റ്റുഡന്റ് ഒരു 5 to 6 വട്ടം കേറിയിരിക്കും ഈ പടി അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അതിന്റെ പേര് പറഞ്ഞില്ല, പേരറിയില്ല ആർക്കെങ്കിലും ഈ പേരൊക്കെ. 18ാം പടി. ഇതാണ് 18ാം പടി. പേര് മാത്രമേ ഉള്ളൂ, ഇതല്ല ശരിക്കും പാതാളത്തോട്ടുള്ള വഴി തന്നെ ഇത്. പിന്നെ നിങ്ങൾ ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റേ പൊളിച്ചിട്ട് പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുള്ളത്. ഇതാണ് കേട്ടോ. ഈ ബിൽഡിംഗ് ആണ് അവര് റെനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിലൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, PTA ബ്ലോക്ക് ബാക്കിലത്തെ. അത് PTA ബ്ലോക്ക്. ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് പണ്ടൊരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. ഈ കാണുന്ന ഈ ഓടിട്ടതും ആ ഓടിട്ട ബിൽഡിംഗ് എല്ലാം ഇതൊരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. അതിനുശേഷമാണ് കോളേജിലേക്ക് മാറിയത്. അപ്പൊ ഈ ബിൽഡിംഗ് ഒക്കെ പഴയതാണ്. അതിനുശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വന്ന ബിൽഡിങ്ങും ബാക്കി കാണുന്ന ബിൽഡിംഗ് ഒക്കെ പുതിയ ബിൽഡിംഗ് ആണ്. ഇത് പഴയ ബിൽഡിംഗ് ആണ്. ഇത് സ്കൂളായിരുന്നു, ഇപ്പൊ ഇത് ഫിസിക്സ് ലാബാണ്. നിങ്ങൾക്ക് വരാം, ഇവിടെ ഒരുപാട് ടെസ്റ്റുകൾ നടക്കും, പേടിക്കണ്ട. അടുത്ത കമന്റ് ഒക്കെ വരുമ്പോ വായിച്ചു കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു തരണേ. എന്തൊന്നുകൂടെ കാണിക്കണേന്ന്? ഇത് അവര് വരുമ്പോ തീർച്ചയായും ഫുൾ കോളേജ് ഞങ്ങൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇറങ്ങി അങ്ങ് നടന്നാൽ മതി. ഇതാണ് നിങ്ങളുടെ ഹോള് കേട്ടോ. ഇതാണ് നിങ്ങളുടെ ഹോള്, ഡ്രോയിങ് ഹോൾ. ഇവിടെയാണ് നമ്മുടെ ഒട്ടുമിക്ക കൺവെൻഷൻസും അതും ഇതൊക്കെ നടക്കുന്നത്. വലിയൊരു ഹോളാണ്. കോളേജ് തന്നെ നിങ്ങൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ വഴികളാണ്. ഇതുവഴി പോയ ക്യാൻറ്റീനിലൊക്കെ എത്തും. ഇതുവഴി പോയ ആരെങ്കിലും പിടിക്കുമോ ഇതുവഴിയൊക്കെ പോയാ? കൊറോണ ഒക്കെ അല്ലേ. ഹോള് കാണാൻ പറ്റും, വലിയൊരു ഹോളാ കേട്ടോ. ഇവിടെ എക്സാം എഴുതിപ്പിക്കാറുണ്ട്. അതുണ്ട്. അതിനെക്കുറിച്ച് മറക്കാൻ പാടില്ല. പരീക്ഷയൊക്കെ എഴുതുന്ന ഹോളാ കേട്ടോ ഇതൊക്കെ. അതിനെപ്പറ്റി നമുക്ക് എല്ലാ ക്ലാസ്സിലുള്ള എല്ലാരും കാണും. ഇതിങ്ങനെ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ട് ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ. ആഗ്നയുടെ ഡെക്കറേഷൻ ഫുൾ ഇതിനകത്ത് കേട്ടോ. അതെ, പരീക്ഷയെക്കാളും കേൾക്കാൻ ആഗ്രഹം ഇതൊക്കെ ആയിരിക്കും. പരീക്ഷയൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് മറന്നു കളയുന്ന കാര്യങ്ങളാണ്. കോളേജിന്റെ ബാക്ക് വ്യൂ ആണ്. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ. ഈ വലിയ നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച, ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ അത് ശരിക്കും വ്യത്യാസം. ഞാൻ പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു വ്യത്യാസം തന്നെ. മറ്റേതൊരുമാതിരി അവർ പറയുന്ന വഴി കൂടെ തന്നെ നമ്മൾ നടക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇത് കണ്ടോ, എവിടെ കൂടെ വേണോ നടക്കാം. ഇതാണ് ക്യാൻറ്റീൻ. നിങ്ങളുടെ സ്കൂളിൽ ക്യാൻറ്റീനൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടുത്തെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ സ്വന്തം കിച്ചൺ പോലെയാണ്. എപ്പോ വേണോ കയറി തരാം, എപ്പോ വേണോ. ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്നത് ഇവിടെ വന്നിട്ട് ആരെങ്കിലും കാണും. എന്നിട്ട് അവരുടെ കൂടെ കോളേജില് സ്വന്തം ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് ബന്ധം ഉണ്ടെങ്കിലും അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗഹൃദം ആവാം, എന്ത് വേണോ ആവാം, എല്ലാം ഇവിടെ. ആ ഒരു ബോണ്ട് ഉണ്ടാവുന്ന ഇതിനകത്താണ്. അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തീർച്ചയായും മനസ്സിലാവും. ഇതുണ്ട്, ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അതാ ഇരിക്കുന്ന ഐസ്ക്രീം ഇതിനുണ്ട്, അതിനകത്ത് കയറി കൈയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചെടുത്ത് കഴിക്കാം. പൈസ കൊടുക്കണം, അത് പിന്നെ നമ്മുടെ മര്യാദ. പിള്ളേർ ചോദിക്കുന്ന കെൽവിനെ നീ ട്രീറ്റ് കൊടുക്കുന്നു കോളേജ് തുറക്കുന്നു. കേൾക്കാൻ വയ്യ കേട്ടോ, ഇവിടെ നല്ല റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്നാ തോന്നുന്നത്. അതല്ല, നീ ട്രീറ്റ് കൊടുക്കുവാണ്. ഏതാ ക്വസ്റ്റ്യനോ? ട്രീറ്റ് കൊടുക്കാതെ എല്ലാരും പൈസ ഒക്കെ കമ്പിളിപ്പോതപ്പ്. അത് തന്നെ, കമ്പിളിപ്പോതപ്പല്ല, ട്രീറ്റ് കൊടുക്കുക. ഇവിടെ എനിക്ക് വാങ്ങി കഴിക്കാൻ കാശില്ല. അപ്പോഴാണ് ഇതിന്റെ എൻട്രൻസ് ഇവിടെ കേട്ടോ. നമ്മൾ വന്നത് ബാക്കിൽ കൂടെ ഒക്കെ കേട്ടോ. ഇതാണ് ശരിക്കുള്ള അതിന്റെ വഴി. ഞാൻ പറഞ്ഞില്ലേ, കോളേജാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാം. പിന്നെ ECIT ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. ഞാൻ
ഇവിടെയൊക്കെ വലിഞ്ഞു കയറി. ഈ കാണുന്നതാണ് നമ്മുടെ ECIT ബ്ലോക്ക്. IT ലാബും ECയുടെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം വരുന്ന ബ്ലോക്ക് ഇവിടെയാണ്. ഇതിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് ആകെ വോയിസ് ബ്രേക്ക് ആവുന്നു. ഫുട്ബോൾ എന്തും കെൽവിൻ ചേട്ടാ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ആ ഭാഗത്ത് നെറ്റ് ഇഷ്യൂ ഉള്ളതല്ലേ? എന്തും കളിക്കാം ഇവിടെ. ഇത് കഴിഞ്ഞ വർഷത്തെ ഈസി ട്രിപ്പിൾ പാസ് ഔട്ടുകാർ വരച്ചാണ് കേട്ടോ. കൊറോണയൊക്കെ ഒന്ന് മുഴുവൻ കുളമായി. ഈ കാണുന്ന റൊണാൾഡോയും എല്ലാരും ഇവിടെ ഉണ്ട്. ഇതെന്താ ഇത് വായിച്ചവർക്ക് മനസ്സിലാവും. ആ നവ വാച്ച് സെന്റഡ് ഇത് വായിച്ച ആർക്കെങ്കിലും മനസ്സിലാവോ? മനസ്സിലാവുന്നുണ്ടേ കൈവെക്കൂ. എടാ ആ ഭാഗത്തെ നെറ്റ് കുറവാണ് തോന്നുന്നു. സീരിയസ് ആയിട്ട് പ്രശ്നമാണ്. എന്റെ ആണോ? കേക്കാവോ ഇപ്പം? ഇപ്പൊ നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ പറഞ്ഞു. ഓക്കെ ശരി. ഓ ജിയോടിയുടെ മെസ്സേജ് ഇപ്പോഴാണ് വരുന്നത്. ജിയോടി യെസ് ജിയോതി. ഞങ്ങൾക്ക് ആ വഴി പോവാം. ഇവിടെ മറ്റേ സിവിൽ സെക്കൻഡ് ഇയർ സിവിലൊക്കെ സെക്കൻഡ് ഇയർ സിവിൽ കൂടെ കേട്ടോ. ഇത് PTA ബ്ലോക്കാണ്. PTA ബ്ലോക്ക് ആണ് ഇതിന്റെ. PTA ഫണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയോണ്ടായിരിക്കും. കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ. കഴിഞ്ഞ ലോക്ക്ഡൌൺ ആകുമ്പോ ബാക്കിയുണ്ട്. കൊറോണ വന്നതോടെ കുറെയൊക്കെ വികസനങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഗൂഗിളിന് മെസ്സേജ് അയച്ചേക്കെ. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ്. ഇതുവഴി സാധാരണ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാറില്ല. കോളേജ് എന്ന് പറയുമ്പോൾ ഒരു 3 റോഡ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു റോഡ്, ഇതിന് പാരലായിട്ട് താഴേക്ക് 2 റോഡ്. അത് 3 ഹൈറ്റിലായിട്ടാണ്. ഈ റൈറ്റ് സൈഡാണ് മറ്റേ ലാംഗ്വേജ് ലാബ്. അത് അപ്പുറത്ത്. ഇതൊക്കെ ബാക്ക് സൈഡ് ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ കോളേജ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് കണ്ട വഴി കൂടെ ഇങ്ങനെ നടക്കുക. ഇതെവിടെ ഇറങ്ങാം? ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആവശ്യം വരുമ്പോ ഇവിടെ കുറെ പേരൊക്കെ ഒന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സംഭവം വേറൊരു സാധനമുണ്ട്. ഇവിടെ എവിടെയോ ഇവിടെ ഇതാണ് നമ്മുടെ ലാംഗ്വേജ് ലാബ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി. കാണാവോ? ജിമ്മ് കാണിച്ചു കൊടുക്കും. ജിമ്മ് കാണിക്കും. നിങ്ങൾക്കറിയാം കോളേജിൽ ജിമ്മൊക്കെ ഉണ്ട്. നമ്മളെ കോളേജ് പഠിത്തത്തിന് മാത്രമല്ല ഫിസിക്കൽ ഫിറ്റ്നസിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജാണ്. ഇവിടെയാണ് ലാംഗ്വേജ് ലാബ്. ജിമ്മ് എവിടെ വേണം? എടാ അങ്ങനെ പറയല്ലേ. ജിമ്മ് നമ്മുടെ കോളേജിൽ ഒരു ജിമ്മ് നടക്കുകയല്ലേ. അതെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സെന്റർ കാണാൻ എല്ലാം കാണാതെ എല്ലാ ഐറ്റം സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞിട്ടില്ല. ബോഡിയൊക്കെ നോക്കാൻ നല്ല ഗ്ലാസ്സും എല്ലാം ഉണ്ട് ഇതിനകത്ത്. വന്നിട്ടില്ല. നിങ്ങൾ വന്നിട്ട് വേണം തുറക്കാൻ. ഞങ്ങൾക്കും അതാണ് ആഗ്രഹം. ഇതാണ് കെമിസ്ട്രി ലാബ് അല്ലേ? ഇതല്ലടാ കെമിസ്ട്രി ലാബ്. ഇത് ഫിസിക്സ് ലാബ്. ഫിസിക്സ് ലാബ് ഏറ്റവും പ്രധാനമായിട്ടൊരു സാധനം ഉണ്ട് ഇവിടെ കേട്ടോ. ഈ കാണുന്നത് ഇതിന്റെ ആഗ്നയുടെ സ്റ്റെപ്സ് എന്ന് പറയും. പിന്നെ കൃഷ്മുക്ക് എന്നൊക്കെ പേര് പറയും. എന്തായാലും മൊത്തത്തിലൊരു വികാരം പിടിച്ച സ്പോട്ടാണിത്. എന്ത് പരിപാടി അവസാനം ഫോട്ടോ ഇവിടെ നയിക്കി കൊടുക്കുക. ഗ്രൂപ്പ് ഫോട്ടോ. അതാണ് ഫോട്ടോ. ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ അല്ല, പൊതുവേ ഉള്ള ഫോട്ടോ. എന്ത് കോളേജ് സമാധാനം എന്ത് വന്നാലും ഇതാണ് നമ്മുടെ ആഗ്നയുടെ ലോഗോ. പഴയ വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചാണ് ഇതൊക്കെ. മുഴുവൻ പോയി പെയിന്റ് ഒക്കെ. കാണാവോ? ഈ പടിയിലിരുന്നാണ് എപ്പോഴും ഫോട്ടോ. എല്ലാ ഫോട്ടോയും വരുന്നത് ഈ പടിയിലിരുന്നിട്ടാണ്. ഇവിടെ ഈ ലോഗോയും കാണും. ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങളും എടുക്കാൻ പോകുന്ന ഇവിടെ നിന്ന് ഉറപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ലാബാണ്.
ഈസി ലാബ്, ഈസി ഡിപ്പാർട്ട്മെന്റുകാർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് കവർ ചെയ്യാൻ തോന്നുന്നു. എല്ലാവരും ഫസ്റ്റ് ഫസ്റ്റ് ഇയർക്കുള്ള എല്ലാം ഇവിടെ ഉണ്ട്. ഒരു 6 ഏതാ മാസത്തിൽ 6 മാസത്തെ ഒരിക്കൽ വരും. അതെ അതെ. ഇത് ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് കോളേജിന്റെ എല്ലാമായ ഒരു സ്ഥലം. ഫുട്ബോള്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, സർഗം, ഡാൻസ്, പാട്ട് എല്ലാം നടക്കുന്ന ഗ്രൗണ്ട്. ഓൾ ഇൻ ഓൾ എല്ലാം. കോളേജിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതിതാണ്. DJ നൈറ്റ് നടന്നിട്ടുണ്ട് ഇവിടെ, ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിട്ടുണ്ട്, വോളിബോൾ നടന്നിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം. രാവിലെ പാർക്കിംഗ് സ്പോട്ട് ആവും, എല്ലാം. ഇത് മാറിക്കൊണ്ടേയിരിക്കും. രാവിലെ തൊട്ട് ഇത്രയും പാർക്കിംഗ് സ്പോട്ടാണ്. പക്ഷെ വൈകുന്നേരത്തിന് ശേഷം ഏത് വണ്ടി ഇവിടെ ഉണ്ടായാലും വണ്ടിയുടെ അവസ്ഥ നോക്കാം. പിന്നെ നമ്മുടെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റില്ല. അതിന് ഫുൾ ക്രിക്കറ്റിന്റെ ബോൾ അടിച്ചടിച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ കോളേജ് സെക്കൻഡ് അടിച്ചു കഴിഞ്ഞ DJ നൈറ്റ്. അത് തന്നെ, DJ നൈറ്റ്. ഈ കാണുന്ന സ്ഥലമേ അല്ല കേട്ടോ. അന്ന് നിങ്ങൾ ഈ സ്ഥലത്തിന്റെ ഒരു പൊടി പോലും അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റേജ് ആണ് ഇതൊക്കെ. ഇവിടെ ഫുട്ബോള്, നമ്മുടെ മറ്റേ ചെറിയ ത്രീസിന്റെ ഫുട്ബോള്. ഇവിടെ ക്രിക്കറ്റിന്റെ പിച്ചാണ് കേട്ടോ. ഞങ്ങളിപ്പോ പിച്ചിലാണ് നിൽക്കുന്നത്. ഇത് ക്രിക്കറ്റ്. ഇവിടെ റെസ്റ്റ് ഏരിയ. ഇവിടെ കളി കാണാൻ വന്നവർക്ക് ഇരിക്കാം. പിന്നെ വേറൊരു കൂടാരം കാണിച്ചില്ല. കൂടാരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കുറച്ചു പേരെങ്കിലും? ഇത് സംഭവം കോളേജില് ഒരുപാട് പേര് വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൂടാരം. ദേ ഈ കാണുന്നൊരു സ്പോട്ട്. അതിനല്ലേ കെൽവിൻ ചേട്ടനോ എന്തിനോ മെസ്സേജ് ഒക്കെ വരുന്നത്. ദേ വെച്ചിട്ടാണ് സംഭവം ഉണ്ടാക്കിയത്. ട്രാൻസ്ലേഷൻ എഞ്ചിനീയറിംഗ് അവരെല്ലാം ഉണ്ടാക്കിയത്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഊരി നോക്കണ്ട, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന കേട്ടോ. ഇവിടെ കുറെ ബോട്ടിൽ നിറച്ചിരിക്കുന്ന ഫുൾ ബോട്ടുകളാണ്. ഫുൾ നാച്ചുറലാ. ഇവിടെ വന്ന് ഒരു ദിവസം ഇരിക്കാത്ത ഒരൊറ്റ GCVN പോലും കാണില്ല. ഇത് ട്രിപ്പിളിയുടെ ലാബാണ് ഈ കാണുന്നത്. ഇതൊക്കെ ആ പഴയ സ്കൂൾ ബിൽഡിംഗ് വരുന്നതാണ്. എല്ലാവരും പഠിക്കണം. നിങ്ങൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മറ്റേ നമ്മുടെ ഇതില് പെയിന്റിംഗ് ഒക്കെ കാണിച്ചു കൊടുക്കും പിള്ളേര് വരച്ചത്. അയ്യോ ഇത് മേളിന്ന് കാണിക്കാം. ഈ കാണുന്ന കോളേജില് ആക്നയുടെ സമയമാകുമ്പോ കോളേജ് എന്ന് പറയുന്ന സംഭവം പകലില്ലാതെ ഉറക്കം പോലും ഇല്ലാതെ പിള്ളേര് കഷ്ടപ്പെട്ട് വരയ്ക്കുന്നത്. ഇത് മുഴുവൻ വർഷങ്ങളോട്ട് വരയ്ക്കുന്നത്. ഇതിപ്പോ ജോക്കർ ബൈക്ക്. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മുടെ ആക്നയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം അതെ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും കൂടുതൽ എഫേർട്ട് ഇടുന്ന ഒരു പരിപാടിയാണ് ഈ ഡെക്കറേഷൻ ഒക്കെ. ഈ കാണുന്ന മുഴുവൻ നിങ്ങൾക്ക് മുകളിലോട്ട് പോകുമ്പോൾ കാണാം ഫുള്ള്. പക്ഷെ നമ്മുടെ എന്തോ നിർഭാഗ്യവശാൽ ആക്നയുടെ 3 ദിവസം മുമ്പെയാണ് കൊറോണയുടെ ലോക്ക്ഡൌൺ എന്നും പറഞ്ഞ് ലോക്ക്ഡൌൺ തുടങ്ങിയത്. ഈ കാണുന്ന പെയിന്റിങ് ഫുൾ മിക്കവാറും അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. വർഷങ്ങൾ കൊണ്ട് ഈ പഴയ പടങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോ തൊട്ട് കിടക്കുന്ന പടങ്ങളാണ്. നമ്മുടെ മലയാളികളുടെ വികാരമായ ഒരു പുള്ളിക്കാരനോട് നിൽക്കുന്നത് മമ്മൂട്ടി ഫാൻസ് പേടിക്കണ്ട. എല്ലാ ഫാൻസിനും നമ്മള് സ്റ്റുഡൻസ് അയച്ച കേട്ടോ. പുറത്തുനിന്നോ ഒരിടത്തൊന്നും ഇല്ല. എല്ലാം പെയിന്റ് വാങ്ങി മോഹൻലാലിന്റെ സ്ഫടികത്തിലെ പാറും മോഹൻലാലിന്റെ നല്ല അടിപൊളി. ഇത് ഈ വർഷം നമ്മുടെ ഏറ്റവും വലിയൊരു വർക്കായിരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് നിങ്ങളുടെ ഒക്കെ അധികം ടീമൊന്നുമില്ലോ. ഈ ഒരൊറ്റ പടം വരച്ചത് ചിലപ്പോൾ 2 പേര് നിന്നിട്ടായിരിക്കും ഇത്രയും വരച്ചു തീർത്തത്. അങ്ങനെ എല്ലാവർക്കും ബുക്ക് ചെയ്തിട്ട് വരയ്ക്കണം. നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് വരച്ചാൽ ഒരു കുഴപ്പമില്ല. ആഗ്നേയ 20 പറഞ്ഞിട്ട് വരയ്ക്കണം. അത് വേറെ. പിന്നെ ഇത് മെക്കാനിക്കൽ ബ്ലോക്കാണ്. മെക്കിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. മെക്കാനിക്കൽ ബ്ലോക്കാണ് ഈ കാണുന്നത്. പുതിയ ബ്ലോക്കാണിത്. ഇതിനകത്ത് 2-3 ക്ലാസ്സും പിന്നെ ലാബുകളും ഉണ്ട്. പിന്നെ അത് LH ആണ്. ഞങ്ങൾ അങ്ങോട്ട് പോണോ വേണ്ടോ എന്നൊന്ന് ആലോചിക്കണം. ആരും ഇല്ലെങ്കിലും തല്ലി കിട്ടാനുള്ളതൊക്കെ ഉണ്ട്. LH ഇവിടെ ദൂരം നിന്നാണെങ്കിൽ കാണിച്ചത്. ബാക്കി നിങ്ങൾ LH വരുമ്പോ കണ്ടാൽ മതി. അത് LH പഴയ LH ആണ്. പുതിയ LH നമുക്ക് മുകളിൽ പോകുമ്പോ കാണാം. മെക്കാനിക്കൽ ബ്ലോക്ക്. പിന്നെ സർഗത്തെ ആഗ്നയെ പറ്റി പറ.
ആദിത്യ, ആഗ്നയെ പറ്റി ആ 2 വാക്ക് പോരട്ടെ. എടാ, ആഗ്നേനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം നമ്മള് എല്ലാവരും കൂടി കോളേജിലെ എല്ലാ പിള്ളേരും കഷ്ടപ്പെട്ടിട്ട് ഫുൾ എൻജോയ്മെന്റ് ആണ്. ശരിക്കും ഇപ്പത്തെ സെക്കൻഡ് ഇയറിന് ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ഈ കൊറോണ കാരണം അവരുടെ ആ ഒരു മൊത്തം ഇത് മുടങ്ങിപ്പോയി. പക്ഷെ കഴിഞ്ഞ ഞാൻ പ്രാവശ്യം ഞാൻ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ന്യൂക്ലിയ അടിപൊളിയായിരുന്നു. ശരിക്കും ഒരു എന്താ പറയാ, ഒരു 10 ദിവസമൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ക്ലാസ്സിലൊന്നും ആരും കേറത്തേ ഇല്ല. പറഞ്ഞു പോയി. പിള്ളേർക്ക് ആദ്യം കയറാത്തൊരു മാതൃകയാവുകയാണ്. സംഭവം നമ്മളിപ്പോ ആഗ്നേയ അടുത്ത മാസമാണെങ്കിൽ ഒരു 2 മാസം മുന്നേ പരിപാടി അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഓരോ ഷോസ് നടക്കുമല്ലോ, ഇപ്പം വനിതാ മാക്സ് ഷോ, അങ്ങനെ ഓരോ ഫെസ്റ്റ് നടക്കുമല്ലോ ഈ ട്രിവാൻഡ്രത്തില്, അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാ, ഈ പരിപാടി നടക്കുന്നതിന്റെ പിന്നിൽ എഫേർട്ട് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് പരിപാടി നടക്കുന്നതെന്ന്. ആ ഇടുന്ന എഫേർട്ട് GCBയിൽ ഓരോ സ്റ്റുഡൻസുമാണ് ഇടുന്നത്. അത് ലൈക്ക് പുറത്തുനിന്ന് ഫണ്ട്, പൈസയുടെ കാര്യം, പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന കാര്യം എല്ലാം, അതെല്ലാം GCBയിൽ ഓരോ സ്റ്റുഡൻസ് കഷ്ടപ്പെട്ട് രാവിലെ വന്ന് ബൈക്കും എടുത്ത് വണ്ടി എടുത്ത് പുറത്തിറങ്ങി സ്വന്തം പെട്രോൾ പോയി സ്പോൺസർഷിപ്പ്. അതാണ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം. ആ ഒരു സംഭവം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വികാരം മൊത്തത്തിൽ കിട്ടും. എഞ്ചിനീയറിംഗിൽ ശരിക്കും ഒരുമാതിരി മാർക്കറ്റിംഗ് കൂടി പഠിക്കും നമ്മുടെ കോളേജിലായതുകൊണ്ട്. എത്ര കട നമ്മൾ ഈ ഇവിടെയുള്ള ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം, MG റോഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് തമ്പാനൂർ വരെയുള്ള എല്ലാ കടകളിലും കയറി നമ്മൾ സ്പോൺസർഷിപ്പ് ചോദിക്കും. ഇങ്ങനെയാണ് GCB ആണ്, ഒരു നിസ്സാര മെഡിക്കൽ ഷോപ്പിനെ പോലും നമ്മൾ വെറുതെ വിടില്ല. അതാണ്, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കയറി വരട്ടെ, അടുത്ത വർഷം. ഇതാണ് പുതിയ LH കേട്ടോ. LH ഫസ്റ്റ് ഇയേഴ്സ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയേഴ്സിൽ ഗേൾസിന് ഉള്ള LH ഇതാണ്. ഇതൊക്കെ നമ്മുടെ ഈ വർഷത്തെ ആഗ്നയുടെ പെയിന്റിങ്ങുകളാണ്. ഇവിടെ ഒരു ഗ്ലാസ് വർക്ക് ഉണ്ട് ആഗ്നയുടെ. ഇതൊരു ഗ്ലാസ്, പൊട്ടിയ ഗ്ലാസ് വെച്ച് സ്റ്റുഡൻസ് വരച്ചത് ചെയ്തൊരു സാധനമാണ് ആഗ്നയ GCB. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് എല്ലാം കഴിഞ്ഞ് വെറും 3 ദിവസം മുമ്പേ കോളേജ് അടപ്പെന്നും പറഞ്ഞിട്ട് തുടങ്ങിയതാ. മാർച്ചല്ലേ, മാർച്ച് 3 ദിവസം ബാക്കിയുള്ളപ്പോ. ഇപ്രാവശ്യം മറ്റേ ഇവരൊക്കെ വരാനിരുന്നാ, സിദ്ധാർത്ഥ് മഹാദേവ്, പിന്നെ ഇവരാരാ ബ്രദേഴ്സ്, മറ്റേ സിദ്ധാർത്ഥ് മഹാദേവന്, പിന്നെ മറ്റേ ഒരു ടോക്കിയോയിലൊരു DJ, പിന്നെ മിറ്റ്സുവോ മിറ്റ്സു അല്ലേ? നിങ്ങൾ ന്യൂക്ലിയർ പറ്റി കേട്ടോ? ന്യൂക്ലിയർ ഇവിടെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ആഗ്നയുടെ കീഴിലാണ്. ന്യൂക്ലിയർ മറ്റേ ഈ MTVയിൽ മറ്റേ ഷോസ് ഒക്കെ എന്തോ ചെയ്യും, മറ്റേ റാപ്പ് ഷോസ് ഇല്ലേ, മറ്റേ റഫ്താറോ അവരുടെ കൂട്ടൊക്കെ. അപ്പൊ അങ്ങേല് നമ്മുടെ അവിടെ വന്നിട്ട് ശരിക്കും ഫുൾ വൈബായിരുന്നു അത്. നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു ഇത് ഞങ്ങൾ തന്നിരിക്കുക, അത് ഉറപ്പാണ്. നിങ്ങളിവിടെ വന്ന് കയറി നിങ്ങൾക്ക് ഒന്നും മിസ് ചെയ്യാൻ പോകുന്നില്ല. കോളേജിന്റെ മെയിൻ എൻട്രൻസിൽ ആരെങ്കിലുമൊക്കെ തല്ലുമെന്തോ വന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കണം. അതെ, കോളേജിന്റെ മെയിൻ എൻട്രൻസ് ആണ്. നമ്മൾ കറങ്ങി നമ്മൾ ബാക്കിൽ നിന്നൊക്കെ തുടങ്ങിയതാ, കറങ്ങി ഇവിടം വരെ എത്തി. അങ്ങനെ എത്തി. പിന്നെ നമ്മുടെ കോളേജിൽ ഇതൊക്കെയാണ് മെയിൻലി കോളേജിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ അൺലോക്ക് ചെയ്ത് പറഞ്ഞാലും മതി. സംഭവം ശരിക്കും നമ്മുടെ അവിടെ 1500 പേരൊക്കെ ഉള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങ് കമ്പനി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ബാക്കിയുള്ള നോക്കുമ്പോഴേ അവിടെ 6000 10,000 പേരുണ്ടാവും. കമ്പനി ഒന്നും അങ്ങനെ ആവാൻ പറ്റില്ല. പക്ഷെ ഇവിടെ 1500 ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സലൻസ് എല്ലാവരും പരിചയപ്പെടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. എല്ലാരും പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കോളേജിന്റെ സ്പേസ് കുറവാണ്. പക്ഷെ ഞാൻ പറയുന്ന കോളേജിന്റെ സ്പേസ് കുറവാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെയുള്ള എല്ലാരെയും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. നിങ്ങൾ CETയിൽ നിങ്ങളുടെ ബ്രാഞ്ചിൽ കൂടെ ഉള്ളവർക്ക് 1 വർഷം കഴിഞ്ഞിട്ട് CETയിലെ ഇപ്പൊ IT കമ്പ്യൂട്ടർ സയൻസിൽ ഒരു കുട്ടിയാണെങ്കിൽ മെക്കിലെ 4th ഇയറിലെ ഇന്ന പയ്യനെ അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അവർക്ക് തപ്പിയാലും കിട്ടില്ല. അതാണ് നമ്മുടെ കോളേജിന്റെ ഇവിടെ ബ്രാഞ്ച് എന്നില്ല, വർഷം എന്നില്ല. ഏത് വർഷമാണെങ്കിലും എന്നെ കാണിക്കണ്ട, ഒരു പിള്ളേര് കോളേജ് കാണട്ടെ. ഏത് വർഷമാണെങ്കിലും നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നാതെ ഇവിടെയുള്ള സീനിയേഴ്സ് ലൈക് സ്വന്തം ഡിപ്പാർട്ട്മെന്റ് എന്നോ ഒരു ഇതും ഇല്ലാണ്ട് നല്ല സ്നേഹത്തോടെ കൊണ്ടുപോയി. ഇപ്പൊ ഞങ്ങളുടെ അനുഭവം കേട്ടോ പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് നല്ല സ്നേഹമായിരുന്നു എല്ലാവരും തന്നത്. അപ്പൊ ആ ഒരു ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കിട്ടാൻ പറ്റും. ഇപ്പൊ ആകെ 6 ഏക്കർ എന്തേ ഉള്ളൂ. 6 ഏക്കർ സംഭവം. പിന്നെ പിള്ളേർക്ക് മറ്റേ വിഷമം കാണും, എന്താ പറയാ, ഗ്രൗണ്ട് ഇല്ലാലോ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഗ്രൗണ്ട് തപ്പാനാണോ പാട്? അപ്പോ പിന്നെ അല്ല, അത് ആദ്യത്തിന്റെ ഡയലോഗ് കൊള്ളാമല്ലോ. ഇതൊക്കെ എവിടെ നിന്ന്
മറ്റേ ഇവിടെ മെഡിക്കൽ കോളേജിലൊക്കെയാണ് നമ്മുടെ പിള്ളേർ പൊതുവെ കളിക്കാൻ പോവാണ്. അവിടെയാണ് മറ്റേ ടൂർണമെന്റ് ഒക്കെ, ഈ ക്രിക്കറ്റ് ടൂർണമെന്റും ഫുട്ബോൾ മാച്ചസ്, ഈ ക്ലാസ് തമ്മിലുള്ളതൊക്കെ നടക്കുക. പിന്നെ ഇതാണ് യൂണിയൻ റൂമാണിത്. ഇവിടെ നമ്മൾ ഒരുപാട് വാലന്റൈൻസ് ഡേയുടെ അന്നും പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്നും എല്ലാ ദിവസവും കുറെ പരിപാടികൾ ഇവിടെ നടത്താറുണ്ട് ഈ ഏരിയയിൽ. ഇവിടെ കുട്ടികൾ കാണും, അവിടെ നിന്ന് സംസാരിക്കും, ചുമ്മാ ഒരു പാട്ട് പോലെയോ പാട്ട് പാടാനുള്ളവർക്ക് പാട്ട് പാടാൻ, സിംഗിൾസ് ഡേ ഇല്ലേന്ന് അങ്ങനെയാണ് ചോദിക്കും സ്പേസ്. പിള്ളേര്. സിംഗിൾസ് ഡേ ഉണ്ട്, അതൊക്കെ നമ്മുടെ ഡേ ആണ്. സിംഗിൾസ് ഡേ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്നാൽ മതി. നമ്മുടെ ഓക്കെ, അപ്പൊ ഇതാണ് കോളേജിനെ പറ്റി. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത്, കേൾക്കേണ്ടത്, എന്താണ് അറിയേണ്ടത്, എന്തിനെ പറ്റി അറിയേണ്ടത്? കോളേജിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അറിയണേ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചോ, കമന്റ് സെക്ഷനിൽ ഇട്ടോ. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കോളേജ് വരെ വന്ന് കൊറോണ ഇറങ്ങി മാസ്കും വെച്ച് കയറ്റം മുഴുവൻ കയറി ഇറങ്ങി ഇതേ ശ്വാസം മുട്ടുക. നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? കമന്റ് ഉണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാ എല്ലാം പൊളിയാണോ? പിന്നല്ല, ബോയ്സ് ഹോസ്റ്റലില്ല കേട്ടോ കോളേജിൽ. നമ്മുടെ കോളേജിൽ ബോയ്സ് ഹോസ്റ്റലില്ല, സ്ഥലപരിമിതി കാരണം. അപ്പൊ നിങ്ങള് അങ്ങനെ ഇവിടെ ട്രിവാൻഡ്രത്തല്ലാത്തുള്ളവർക്ക് റെഡി ആയിട്ടുണ്ടോ? ഹോസ്റ്റല് റെഡി ആയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ക്ലാസ്സസ് മെയിൻ അതെ അതെ. ഇത് ഉള്ള സ്ഥലത്ത് മൊത്തം ഓൾഡ് ബ്ലോക്ക് ആ ഏരിയയാണ്. ആ ഭാഗത്താണ് മറ്റേ ന്യൂ ബ്ലോക്ക്. ഇതെന്താ EC തേർഡ് ഇയർ അല്ലേ? EC തേർഡ് ഇയർ ആണ് ഈ ക്ലാസ് കേട്ടോ. വർഷങ്ങളായിട്ട് EC തേർഡ് ഇയർ ഈ ക്ലാസ്സിലാണ്. ഓൾഡ് 312. EC തേർഡ് ഇയർ എന്ന് പറയാം, ഓൾഡ് 312 ഇപ്പൊ ഈ റൂമിന്റെ പേര് പറയുന്നത്. അതിപ്പം ബാക്കി ഇവിടെ സർഗത്തിന്റെ ചില പരിപാടികൾ, സർഗ ഇവന്റ്സ് ഒക്കെ മാക്സിമം ഇവിടെ തന്നെ, ഈ ഓൾഡ് 312 മിനി ഓഡിറ്റോറിയം, പിന്നെ സർഗം സ്റ്റേജ്. ഇതൊരു ഓഡിറ്റോറിയം ആണ്, മിനി ഓഡിറ്റോറിയം ആണ്. ഇതിനകത്ത് ചെറിയ പരിപാടിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നടക്കുന്നത്. നമ്മുടെ സർഗത്തിന്റെ പാട്ട് കോമ്പറ്റീഷനും ഡ്രംസ്, ഗിറ്റാർ, തബല ഇതെല്ലാം ഇതിനകത്ത് നടക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ കോളേജിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. കോളേജിനെ പറ്റി കാണിക്കാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, പക്ഷെ വന്നറിയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനപ്പുറം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയുള്ളതേ പോകുന്നുണ്ടല്ലോ, പട്ടികളൊക്കെ നമ്മുടെ സ്വന്തം പട്ടികളാണ്. ഇതാണ് കെമിസ്ട്രി ലാബ്. കുറെ നേരം കൊണ്ട് ഗൂഗിള് ഫിസിക്സ് ലാബിനെ കാണിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇതാണ് കെമിസ്ട്രി ലാബ്. ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് മിസ്സാകാത്ത രീതിയിൽ എല്ലാ പരിപാടിയും നമുക്ക് ചെയ്തു തരാം. ഫ്രഷേഴ്സ് മിസ്സാകത്തില്ല. നോക്കാം നമുക്ക്. ഇപ്പൊ അറിയില്ല, വാക്സിൻ വന്നാ പിന്നെ എന്തായാലും നടക്കും. അപ്പൊ നിങ്ങൾ ശരിക്കും വാക്സിൻ വരട്ടെ പ്രാർത്ഥിക്കും. നിങ്ങളെ ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലേ പോയുള്ളൂ, നമ്മുടെ ഒരു മെയിൻ ഇയേഴ്സ് ആണ്. ബെസ്റ്റ് ബേ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ബെസ്റ്റ് ബേ. ഒരു ബസ് ഇവിടെ ഇട്ടുള്ളൂ, ബാക്കി ഫ്രണ്ടിൽ മേളിൽ ഗേറ്റിന്റെ അവിടെ നിങ്ങൾ കണ്ടോന്നറിയില്ല. ഫ്രണ്ടിൽ ഗേറ്റിന്റെ അവിടെ 2 ബസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം വാഷ് ഔട്ട് എന്ന് പറയും. അതാണ് ഈ ഒരു സ്പോട്ട്. അപ്പൊ കറങ്ങി തിരിഞ്ഞത് കോളേജിന് മുന്നിൽ വരെ എത്തി ഞങ്ങള്. ഈ സ്ഥലത്താണ് മറ്റേ ആഗ്നേയന്റെ ലോഞ്ച് നടക്കുക. അത് മറ്റേ ബാനർ ഇപ്പോഴും ഉണ്ടാ, മറ്റേ സാധനം മാറ്റിയല്ലേ? അതില്ലടാ, അതുണ്ടായിരുന്നു. മറ്റേ കേർട്ടൺ പോൾ ഒക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സെക്ഷനിലാണ്. മലയാളം പേരുള്ളത് ചോദിക്കുന്നു പിള്ളേര്. ഏതിന്റെടാ? മലയാളം പേരുള്ള സ്ഥലം വല്ലതും ഉണ്ടോന്ന്. എന്ത് പേരുള്ള? മലയാളം പേരുള്ള സ്ഥലങ്ങളല്ലേ? എല്ലാം മലയാളമല്ലേ? പാതാളത്തോട്ട് പോയല്ലോ നമ്മള്. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാ, താഴെ പോയാ, ഇറങ്ങിയിട്ട് ഏതാടാ? ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാ, ഇറക്കത്തിൽ കൂടെ പോയിട്ട് ഇതുവഴിയാ കാണുന്നില്ല ക്യാമറ. അതീ കൂടെ
ഇത് ജസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഗേറ്റ് കയറി ഒറ്റ റോഡാ കേട്ടോ താഴേക്ക്. ടോട്ടൽ SFC കാണിക്കാം. SFC കാണിക്കാം. ഇതുവഴി നേരെ പോയാൽ ബാക്ക് ഗേറ്റ് എത്തും. നമുക്ക് തൽക്കാലം SFC കണ്ടിട്ടോ. SFC ഒരാൾ ചോദിച്ചു. നമുക്ക് പയ്യെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ കയറാം. ആരെയും ശല്യപ്പെടുത്തണ്ടല്ലോ. സ്റ്റാഫ് റൂം SFCയുടെ അടുത്താണ്. ബിൽഡിങ്ങില് ഉന്നതിയില് പോവാൻ പറ്റൂടാ? ഉന്നതി നമ്മുടെ കോളേജില് എല്ലാ പീരീഡിനും ഇടയ്ക്കുള്ള ചെറിയ നിങ്ങള് അഡ്മിഷന് ഇവിടെ അഡ്മിഷന് വന്നിട്ടുണ്ടാവും. എല്ലാ സബ്ജക്റ്റിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ. ആ ബ്രേക്ക് നിങ്ങൾ ആരും തരുന്നതല്ല, നമ്മൾ തന്നെ എടുക്കുന്ന ഒരേ ബ്രേക്കാണ്. അതിന് വരുന്ന സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്നാക്സ്, ജ്യൂസ് ഉള്ള എല്ലാം ഇവിടെ കിട്ടും. അടച്ചിട്ടേക്കാണ് കേട്ടോ. സ്റ്റുഡൻസ് ഫെസിലിറ്റേഷൻ സെന്റർ എല്ലാം ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഉന്നതി പോവാം. ഉന്നതിയെ പറ്റി വേറെ ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഉന്നതി പറഞ്ഞാൽ നമുക്ക് ഫുൾ ട്രിവാൻഡ്രം കാണാൻ പറ്റുന്നതാണ് എന്റെ ഒരു കൊണ്ടുപോയി കാണിക്കുന്നത്. മനസ്സിലാവും. അവിടെ എല്ലാവരും ഓരോ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോ ചില്ലടിക്കാൻ ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും 5-4 പേര് മേളിലോട്ട്. ഓക്കെ, ഉന്നതി എന്ന് പറയുമ്പോൾ 5ാമത്തെ നിലയിലാണ്. ഞാൻ ഓടിക്കൂടി കയറുന്നത്. ഉന്നതി എന്നുള്ള അർത്ഥത്തിൽ വെച്ച് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരം. അമ്മേ, ആരും കാണാതെ പിടിച്ചു നിർത്താൻ. ഇനി കയറണോ? ലിഫ്റ്റ് വർക്കിംഗ് അല്ലടാ. ഇത് നിങ്ങളുടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ കോൺഫറൻസ് ഹോൾ ആണ് കേട്ടോ. ലിഫ്റ്റ് കയറിയ നെറ്റ് പോടാ. സൂം ഹോൾ, ചോടിയുടെ റൂം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉന്നതി എത്താൻ പോവാണ്. ഉന്നതി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ കനകുന്നിൽ നിന്ന് ഈ പുറത്തോട്ട് സംസാരിക്കാൻ പറ്റില്ല. അയ്യോ, ഉന്നതി എന്നുള്ള അർത്ഥം തന്നെ ഏറ്റവും മുകളിൽ. ഇതാണ് ഈ ഏരിയയിലെ ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റ് ആണിത്. ഇവിടെ കിട്ടുന്ന വ്യൂ ഒന്നാമത് ഹില്ലിലാണ്. ഹില്ലിൽ പോയി കോളേജ് കെട്ടി പോയി. ഞാൻ ഈ കിതക്കുന്നതിനൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചയാണ്. എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് തൊട്ട് കടൽ വരെ. ഇപ്പൊ സൂര്യൻ അടിക്കുന്നോണ്ട് കണ്ടുകൂടിയായിരിക്കും. അവിടെ കടലാണ് കേട്ടോ. ആ ഏരിയയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഈ സ്പോട്ട് ശരിക്കും നേരിട്ട് വന്ന് കാണണം കേട്ടോ. അത് നിങ്ങൾ വന്ന ഉടനെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നായിരിക്കണം ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ കാറ്റൊക്കെ കുറവാണ്, പക്ഷെ ശരിക്കും വല്ലാത്തൊരു സ്ഥലം കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. 3 വർഷത്തിൽ എത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് പോലും ഇല്ല. അത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി കോളേജില് ക്യാമറ തിരിക്കുക. എന്തായാലും കാണാമോ? കോളേജിനെ പറ്റി മെയിനായിട്ട് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച എല്ലാം ഇത്രയാണ്. ഇതിനപ്പുറം ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 4 വർഷം ഉണ്ടല്ലോ, ഈ 4 വർഷം നിങ്ങൾക്ക് ഈ ജന്മം മറക്കാൻ പറ്റാത്ത വർഷങ്ങളായിരിക്കും, ഉറപ്പാണ്. കോളേജിനെ പറ്റി പൊതുവെ എല്ലാവർക്കും അതാണ് അഭിപ്രായം, പക്ഷെ എന്നാൽ ഇവിടത്തെ വന്നതിന്റെ അവസ്ഥ അതാണ്, ഉറപ്പാണ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അയ്യോ, ശ്വാസം മുട്ടും. അപ്പോ ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കാൻ? ക്യാൻറ്റീൻ ഫുഡ് 2 ടൈപ്പ് ഫുഡ് പൊളിയാണ്. ക്യാൻറ്റീൻ ബിരിയാണി ഉണ്ട്, പിന്നെന്താ പറയാ ചോറ് ഉച്ചക്ക്, രാവിലെ പൂരിയും, വേറെ എന്താ ഉള്ളത്? രാവിലത്തെ ഫുഡ് ഐറ്റം കഴിഞ്ഞോ ആദ്യ? രാവിലത്തെ ഫുഡ് എന്താണ്? പൂരിയും, പിന്നെ വേറെന്താ ഉള്ളത്?
പൂരി മാത്രമേ ഉള്ളൂ. ഡെയിലി മെനു അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. അതൊക്കെ തന്നെ. റേറ്റ് എങ്ങനെയാ ചോദിച്ചാൽ 50 രൂപന്റെ ഉള്ളിൽ ഉണ്ടാവും എന്തായാലും ഒരു നേരത്തെ ഫുഡ്. റേറ്റ് 45 അല്ലേ ബിരിയാണി? 55. അതിന് പിള്ളേർക്ക് ഇനി ബോറടിച്ച് തുടങ്ങുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് നീട്ടാതെ നിർത്താം. അപ്പൊ ഈ പരിപാടി നമ്മള് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുമ്പം ഇത്രയും നാളിപ്പം ബോറടിക്കുന്നില്ല എന്നാണോ പറഞ്ഞത്? ഓക്കെ, ശരി, എങ്കിൽ കൊള്ളാം, എങ്കിൽ ഞങ്ങൾക്ക് കൊള്ളാം. ക്ലാസ്സസ് കൂടെ, അയ്യോ ക്ലാസ്സസ് ഒക്കെ കാണിക്കാനായിട്ട് ക്ലാസ്സസ് ഏതെങ്കിലും ഒരു ക്ലാസ് കാണിച്ചു കൊടുക്കുക. എല്ലാം അതേപോലത്തെ ക്ലാസ് ഏകദേശം. ക്ലാസ് എല്ലാം അടച്ചിട്ടേക്ക്, അത് നമുക്ക് കാണിക്കാനായിട്ടൊരു ഇതില്ല. അവിടെ കയറി കഴിഞ്ഞാൽ തുറപ്പിക്കാനും പറ്റത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കോളേജ്. ഈ കാണുന്നതാണ് കോളേജിന്റെ എല്ലാം ഉന്നതി. അതന്നെ GCB തന്നെയാണ് ഇതിന്റെ ഏറ്റവും മുകളിൽ. ഈ ഏരിയയില് ഞാൻ വെറുതെ പറയുന്നില്ല, ഈ ഏരിയയിലെ വൺ ഓഫ് ദ ടോപ്പ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ബാട്ടൺ ഹില്ലാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഉദ്ദേശം. നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി കുറച്ച് മാസങ്ങൾ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട കുറച്ച് മാസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ മിസ്സാക്കിയോ അതെല്ലാം നിങ്ങൾ തിരിച്ചു തരാനാണ് ഞങ്ങൾ നോക്കിയത്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, അറിയേണ്ട സ്ഥലങ്ങൾ, കോളേജിന്റെ ഒരു വികാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ എന്തായാലും നല്ലോണം സാധിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവരെല്ലാരും എപ്പം നിർത്തും എന്ന് അന്വേഷിച്ചിട്ടിരിക്കുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഫീഡ്ബാക്ക് കുറെ തീയാണ്. ഓക്കെ, 1 വർഷം പോയെന്ന് ആരുടെ കമന്റ് കിടക്കുക? 1 വർഷം പോയതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ പോയ വർഷങ്ങളെക്കാളും കൂടുതൽ മെമ്മറീസും കൂടുതൽ കിട്ടാനുള്ള എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും. താങ്ക്സ് ലോട്ട് ഫോർ. ഓക്കെ, താങ്ക്സ് ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ ആഗ്രഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് മാത്രമാണ് കേട്ടോ. CSIയുടെ ഈ ഒരു വർഷം ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പരിപാടികൾ കഴിഞ്ഞു. ഇപ്പത്തോളം ഒരു 10-50 പരിപാടികളോളം കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇപ്പൊ നിങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ മിസ്സായത്. പക്ഷെ ഒന്നും പേടിക്കണ്ട, ബാക്കി എല്ലാ പരിപാടികളും സജീവമായിട്ട് ഇത്രയും നാൾ നടന്ന പോലെ തന്നെ നടക്കും. നിങ്ങൾ അതിലൊക്കെ കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും കൂടെ നിൽക്കണം. നിങ്ങൾ കൂടെ നിന്ന സെറ്റായി അടിപൊളിയായി നടത്താനില്ല. അതാ, നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല എൻജോയ്, ഒരു പരിപാടി നടത്തുന്നതിനേക്കാൾ ഒരു എൻജോയ്മെന്റ് വേണം നമുക്ക്. നമ്മൾ എന്ത് പരിപാടി നടത്തിയാലും മനസ്സിലൊരു സന്തോഷം വേണം. അപ്പൊ അതെന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് സെറ്റാക്കാം. മതി നമുക്ക്. പിന്നെ ടോക്ക് സെഷൻ ആണ്. ഇപ്പൊ ഇനി വരുന്ന ഒരു 3 ദിവസം വീണ്ടും പല പല ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് നല്ലോണം പങ്കെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, കോളേജിനെ പറ്റിയും കോളേജിന്റെ ഇൻഫോർമൽ പോലെയാണ്. ഇങ്ങനെ ആരും ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഇങ്ങനെ എടുക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാവാത്ത മാതിരി. ജസ്റ്റ് നമ്മൾ ഇതുപോലെ കാഷ്വൽ ടോക്സ് പോലെയാണ്. അതെ, ഇതിപ്പോ ഞങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ, ഒരു ഫോമൽ ഇവന്റ് ഒന്നും അല്ല. ടോക്കിൽ തന്നെ പേരുണ്ട്, ഇൻഫോമൽ ടോക്ക് ആണ് ഇത്. വെറുതെ ഇപ്പൊ നിങ്ങൾ നേരിട്ടിരുന്ന് സംസാരിക്കുന്നതിന്റെ അതേ സംഭവം. മറ്റേ ക്യാമറമാൻ കെൽവിനോടൊപ്പം ഏഷ്യനെറ്റ് ന്യൂസ്. പിന്നെ നീ അതും കൂടെ ടീച്ചർ ഉണ്ടോ തോന്നുന്നുണ്ട്. നമ്മുടെ ടീച്ചറുണ്ട്, പോയോന്ന് അറിയത്തില്ല. ജോസ്ന മാം നമ്മുടെ IT സ്റ്റാഫ്, CSIയുടെ സ്റ്റാഫ്. ജോസ്ന മിസ് ഉണ്ട്, നീ പറയണം മിസ്സിന് 2 വാക്കൂടെ മിസ് പറഞ്ഞാൽ. ഒന്നും പറയാനില്ല, അടിപൊളി, നന്നായിട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടപ്പോ. പിന്നെ ശരിക്കും ഇതൊക്കെ വെച്ചാൽ നമ്മൾ ജോസ്ന മിസ്സിന്റെ സപ്പോർട്ട് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അയ്യോ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. വെറുതെ ഇതൊക്കെ കണ്ടിരിക്കുന്ന ഒരാള് മാത്രമാണ്. ബാക്കിലില്ലെങ്കിൽ പിന്നെ ടീച്ചർ ബാക്കിലുള്ള ഉറപ്പിലല്ലേ ഞങ്ങൾ ഇതെല്ലാം. അതെ, നമ്മള് എപ്പോഴും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ പുറകിലുണ്ടെന്നുള്ള ഓർമ്മയിൽ നിങ്ങൾ അങ്ങ് മുമ്പോട്ട് പൊക്കോണ്ടാ മതി കേട്ടോ. എപ്പോഴും കൂടെ ഉണ്ട്. പോകും, തീർച്ചയായും. അപ്പൊ സന്തോഷം. താങ്ക് യു വെരി മച്ച്.
പിള്ളേരോട് പിള്ളേര് അവരെ ഒന്ന് വെൽക്കം ചെയ്താൽ. പിള്ളേര് ഭയങ്കര അടിപൊളി പിള്ളേരാണ്. ഞാൻ ഇവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഇടയ്ക്കൊക്കെ കുറച്ച് കണ്ടു. കുറെ പേരെയൊക്കെ മനസ്സിലാക്കി. നല്ല സ്മാർട്ടാണ് അവര്. അവര് തകർക്കും. നല്ല പിള്ളേരാണ്. നന്നായി നന്നായിട്ട് വരൂ. താങ്ക് യു മിസ്. താങ്ക് ഓക്കെ യു. ഇപ്പൊ നമ്മളോട് ചേർന്നത് ജോസഫാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വെറുതെ പോകാനേക്കാളും നമുക്ക് ഒരു പാട്ടൊക്കെ പാടി നിർത്തിയാലോ. നമ്മളല്ല, നമ്മൾ പാട്ടില്ല. നിങ്ങൾ കുറച്ചുപേര് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഏതോ ഇൻഡക്ഷൻ സൈഡ് പ്രോഗ്രാമിന് വന്നപ്പോ തന്നെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ആരൊക്കെ ഒരു പാടി. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചുപേര് പാട്ടൊക്കെ പാടുമെന്ന് തോന്നുന്നു. അപ്പൊ ആരെങ്കിലും പാടുന്നുണ്ടോ? എവിടെ പേര് വായിക്കണോ ഇനിയിപ്പം? എന്തായാലും വീഡിയോ ഓഫ് ചെയ്യാം. ഞാനിങ്ങനെ എന്നെ തന്നെ കണ്ടിട്ട് വല്ലാതിരിക്കും. ഓക്കെ മിസ്, ബൈ ബൈ. ഓക്കെ, പാട്ട് പാടാൻ ആർക്കും താല്പര്യമുണ്ടോ? ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പിരിയായിരുന്നു. പാട്ട് പാടൂ. കെൽവിൻ ചേട്ടൻ പാട്ട് പാടില്ല. കെൽവിൻ ചേട്ടൻ പാട്ടും പാടില്ല, ഒന്നും ചെയ്യില്ല. കെൽവിൻ ചേട്ടൻ ഒന്നുമില്ല. വേറെ ആരെങ്കിലും? എനിവൺ? ആരെങ്കിലും ഒരു 2 വാക്ക് പാട്ട്. കെൽവിൻ ചേട്ടനില്ല. കെൽവിൻ ചേട്ടനില്ല. ഇല്ലില്ല. കെൽവിൻ ചേട്ടൻ ഇപ്പൊ ശ്വാസം എടാ ശരി, നീ തന്നെ പാടിക്കോ കെൽവിനെ, തുടക്കമല്ലേ. പോണേ. പ്രമോഷൻ പോയി കെൽവിന്റെ. നമ്മുടെ ഗൗതം എസിനെ RS കൊണ്ടൊന്ന് പാടിപ്പിച്ചല്ല. ഗൗതം RS. നോ, ഓക്കെ. അപ്പൊ ഒരു കാര്യം, പാട്ടൊന്നും വേണ്ട. ഐഡിയ തന്നെ എന്നെ വേണം തന്നെ. ഓക്കെ. അപ്പം എന്തായാലും ബാക്കി പറയാം. പിന്നെ ഇതേപോലെ അറ്റൻഡ് ചെയ്യാം. നാളെയും മറ്റന്നാളും വരുന്ന എല്ലാ പരിപാടികൾക്കും നിങ്ങൾ ഉഷാറായിട്ട് പങ്കെടുക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ടോക്സിനോട് സംസാരിച്ചു. ഇപ്പൊ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചാൽ മതി. മെസ്സേജോ അൺമ്യൂട്ട് ചെയ്തിട്ടോ എങ്ങനെയാണോ ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. കോളേജൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും ഒന്ന് നേരിട്ട് കാണണം. നേരിട്ട് കാണാറുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഇത് നമുക്ക് കൊണ്ടുകിടന്ന എല്ലാ പരിപാടിയും എല്ലാ സ്ഥലവും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ അറിഞ്ഞ് കണ്ടുപിടിക്കണം. ഇതിപ്പോ നമുക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. കൊറോണയെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. കൊറോണ വന്നു പോണവരെ നമുക്കൊരു സൗകര്യമില്ല. അപ്പൊ നമുക്ക് കിട്ടിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോ ഇതൊക്കെയാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്ന. ഇത്രയായിരുന്നു. അതെല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനിയും ഉണ്ട് ഒരുപാട്. അതിപ്പോ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട സംഭവം തന്നെയാണ്. ഇനിയപ്പോ അത് നിങ്ങൾ വന്നിട്ട് ആസ്വദിക്കാം. നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. പിന്നെ ഇതൊക്കെ തന്നെയാണ്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ വന്നതിൽ ജോയിൻ ചെയ്തതിൽ ഇത്രയും പേര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് വെറുതെ ആയിപ്പോനെ. എന്തായാലും സോ ഹാപ്പി. എല്ലാരെയും വേഗം കാണാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ബൈ ബൈ ബൈ. അപ്പൊ ഞാൻ ലീവ് ചെയ്യാണ്. ബൈ ബൈ. ശരി എന്നാ, ബൈ. ഓക്കെ, ബൈ.